അതെ, ഇപ്പൊ ഇത് രണ്ടും ആദ്യം നമ്മൾ ടൈഡിവേഴ്സും ലൂബ്രിഡേറ്റും ഒക്കെ ഇൻവോക്ക് ചെയ്തിട്ട് ഞാനിപ്പോ ചെയ്തേക്കുന്ന ഇത് രണ്ട് ഡാറ്റ സെറ്റ് ഓരോ അതിന്റെ ഞാൻ എവിടെയാണോ സേവ് ചെയ്തേക്കുന്നത് അതിന്റെ പാത്ത് ഇതിൽ സേവ് ചെയ്തേക്കും. പാത്ത് 1 പാത്ത് 2 എന്ന് പറഞ്ഞിട്ട് അതൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇത് ആദ്യം എന്റെ ഡൗൺലോഡ്സിലാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് കൊറോണ ഡാറ്റ ഇന്ത്യ 22 ജൂൺ, മറ്റത് സെൻസസ് ഇന്ത്യ ആണ്. അത് പക്ഷേ 2011 സെൻസസ് ആണ്. അതിന്റെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അത് നമുക്ക് പോപ്പുലേഷൻ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇതിൽ വെറുതെ ഇങ്ങനെ നമ്മൾ CSV എന്ന് പറഞ്ഞിട്ട് പാത്ത് 1 മാത്രം കൊടുത്താൽ അത് ശരിയായില്ല. അത് റൺ ചെയ്തില്ലെന്ന്. ഓക്കെ, നമുക്കത് കിട്ടും. ഇതിലിപ്പോ ഇങ്ങനെയുള്ള കുറെ ഇതുണ്ട്, കോളംസ്, സീരിയൽ നമ്പർ ഉണ്ട്. ഈ സീരിയൽ നമ്പർ സത്യം പറഞ്ഞ ഒരു നല്ല കാര്യമാണ്. കാരണം ഈ നമ്മൾ കഴിഞ്ഞ തവണ പോലെ വരി തെറ്റുന്നതിനൊക്കെ ട്രാക്ക് ചെയ്യാൻ സീരിയൽ നമ്പർ ഉള്ളത് നല്ലതാണ്. ഡേറ്റ് ഇതിലും ക്യാരക്ടറാണ്. ടൈം, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, കൺഫേംഡ് ഇന്ത്യൻ നാഷണൽ, ഫോറിൻ നാഷണൽ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. ക്യൂവേർഡ് എന്ന് പറഞ്ഞൊരു കോളം, ഡെത്ത്സ് കൺഫേംഡ്. കൺഫേംഡ് ആണ് ഞാൻ കേസസ് ആയിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ പോപ്പുലേഷൻ ഡാറ്റയും എടുത്തിട്ടുണ്ട്. അത് പക്ഷേ വേറെ ഏതോ സോഴ്സിൽ നിന്ന് അദ്ദേഹം എടുത്തതാണ്. അതിലും പക്ഷേ ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, പോപ്പുലേഷൻ, റൂറൽ, അർബൻ ഉണ്ട്. ഏരിയ അതൊന്നും നമുക്ക് വേണ്ട, ഡെൻസിറ്റി ഒക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ കോവിഡ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡാറ്റയുടെ എല്ലാം കോളം നെയിംസ് എല്ലാം സ്മോൾ ലെറ്ററിലോട്ട് മാറ്റുന്നു സൗകര്യത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചിലത് മാത്രം എടുക്കുകയാണ്. അപ്പോൾ സീരിയൽ നമ്പർ, ഡേറ്റ്, പിന്നെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അത് നമ്മൾ സ്റ്റേറ്റ് എന്ന് മാത്രമാക്കി. കേസസ് എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. കൺഫേംഡ് എന്നാണ് ഒറിജിനൽ ഡാറ്റയിലുള്ള വേരിയബിൾ നെയിം. പിന്നെ ഡെത്ത്സ് ആൻഡ് ക്യൂവേർഡ്, അത് വെറുതെ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാറ്റ സെറ്റ് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ഈ ഡേറ്റിനെ എടുത്ത് ഡേറ്റ് വേരിയബിൾ ആക്കി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അത് പക്ഷെ നമ്മൾ സേവ് ചെയ്തില്ല അല്ലേ. എന്നിട്ടത് സേവ് ചെയ്യുന്നു. മ്യൂട്ടേറ്റ് ഡേറ്റ് ഈക്വൽസ് DMY, ബിക്കോസ് നമ്മുടെ DMY ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്. എന്നിട്ട് വെറുതെ വേണമെങ്കിൽ ഹെഡ് നോക്കാം. ഹെഡ് എന്ന് പറഞ്ഞ സാധാരണ ഒരു 6 എണ്ണം തരും. സെയിം ഇത് തന്നെ നമ്മൾ പോപ്പുലേഷനിൽ ചെയ്യുന്നു. അതായത് ഇതിൽ ചെറിയ നമ്മൾ ഇതിൽ നിന്ന് ഈ 2 സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ഓർ പോപ്പുലേഷൻ 2 വേരിയബിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളൊരു പോപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേര് നെയിംസ് കൺവേർട്ട് ടു ലോവർ കേസ്. അപ്പം രണ്ടും ഒരുപോലെ ഇരിക്കും. ഇത് ഏകദേശം സ്റ്റേറ്റ് പോപ്പുലേഷൻ ആണ്, പക്ഷെ 2011 ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ 2 സാധനവും ജോയിൻ ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇന്നർ ജോയിൻ ചെയ്താൽ ബൈ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഡേറ്റ് കിട്ടിയപ്പോൾ 3093 ഉണ്ട്. അതിൽ കേസസ്, ഡെത്ത്സ്, ക്യൂവേർഡ്, പോപ്പുലേഷൻ, ഓരോ സ്റ്റേറ്റിൻ്റെയും. പോപ്പുലേഷൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് പോസിറ്റീവ് ബി കോൺസ്റ്റന്റ്. കേസ് ഇങ്ങനെ ആദ്യത്തെ ദിവസം മുതൽ കൂടി വരുന്ന രീതിയിൽ. ഇത് അതിലൊരു കാര്യമുള്ളത്, ഈ പർട്ടിക്കുലർ ഡാറ്റാബേസിൽ ഓരോ ദിവസത്തെയും കേസ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. നമ്മൾ ക്യുമുലേറ്റീവ് കഴിഞ്ഞാണ് ചെയ്ത പോലെ ഇതിൽ പക്ഷെ കൊടുത്തിരിക്കുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ അതാത് ദിവസത്തെ കേസല്ല. അത് അതിൻ്റെ സൈറ്റിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പിന്നെ
ക്യുമുലേറ്റീവ് ആണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലിപ്പോൾ ഓൾ ഇന്ത്യ എത്ര ഉണ്ടെന്ന് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ല, ഒരു ഗ്രൂപ്പില്ല. അപ്പോൾ അതിനെ നമ്മൾ ഈ കോവിഡ് ഇന്ത്യയെ ഓരോ സ്റ്റേറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സം കാണുകയാണ്. അപ്പോൾ ഓരോ ദിവസമുള്ള സകല സ്റ്റേറ്റിൻ്റെയും ഗ്രൂപ്പ് ബൈ ഡേറ്റ്, അതെ സ്റ്റേറ്റ് അല്ല സോറി. അപ്പോൾ ഓരോ ദിവസവും സകല സ്റ്റേറ്റിലും കൂടെ എത്ര കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു ഡാറ്റാബേസ് ആക്കാം, ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എന്തൊക്കെയോ ചെയ്തത് പോട്ടെ. That becomes another database called All India. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. കേസസ്, ഡെത്ത്സ് ആൻഡ് ക്യൂവേർഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത് ഓരോ ഡേറ്റിലെയും ടോട്ടലാണ്, ടോട്ടൽ ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്സിൻ്റെ ഉണ്ട് ഒരു ഡാറ്റാബേസിൽ, ഓൾ ഇന്ത്യ വേറൊരു ഡാറ്റാബേസിലുണ്ട്. ഈ കോളം നെയിംസ് ഒക്കെ നമ്മൾ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതിലിപ്പോൾ കൺവേർട്ട് ഡേറ്റ് അത് പക്ഷേ ഓൾറെഡി ഡേറ്റ് ആണ്, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ പോപ്പുലേഷനും നമുക്ക് ഇതുപോലെ ഓൾ ഇന്ത്യ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടി ഈ പോപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൻ്റെ എല്ലാ പോപ്പുലേഷൻ ഡാറ്റയും കൂടെ സം ചെയ്തിട്ട് നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ദിസ് ഇസ് നോട്ട് ദ ആക്ച്വൽ ഡാറ്റ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, കാരണം അത് 2011 സെൻസസിൻ്റെ ഡാറ്റയാണ്. കുറച്ചൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ്. കാരണം നമുക്ക് ഇതും കൂടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ഈ ഓൾ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കുന്നു, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ 141 റോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യ 141 ടൈംസ് പോപ്പുലേഷൻ ഇത്രയും. അപ്പോൾ ബാക്കി കാണുന്ന പോലെ എല്ലാ ഇതിലും സ്റ്റേറ്റ് അതിൻ്റെ പോപ്പുലേഷൻ, അതുപോലെ ഇന്ത്യക്കും അതിൻ്റെ പോപ്പുലേഷൻ, അത് നമ്മളൊരു ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എല്ലാം ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഇന്ത്യ അടക്കം പോപ്പുലേഷൻ ഉണ്ട്. ഇത് ഇന്ത്യയുടെ പോപ്പുലേഷൻ, അതുപോലെ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ, ഡേറ്റ് ഉണ്ട്, കേസ്, ഡെത്ത്, ക്യൂർഡ്. ഇത് ക്യുമുലേറ്റീവ് ആണ്. ഇതൊന്നും വേണ്ട, ഇത് ഞാൻ ഒന്നുമായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഏകദേശം പിന്നെ ഇത് രണ്ടും കൂടെ ചേർക്കണം. അതായത് വി ഹാവ് എ സ്റ്റേറ്റ് ഡാറ്റ ആൻഡ് യു ഹാവ് എ ഓൾ ഇന്ത്യ ഡാറ്റ. അത് രണ്ടും ഇങ്ങനെ താഴെയായിട്ട് വരണം. സോ ദാറ്റ് ഇന്ത്യ ബിക്കംസ് അനദർ ഗ്രൂപ്പ് ഇൻ ദ സ്റ്റേറ്റ് വേരിയബിൾ. അപ്പോൾ ഇത് സെയിം കോളം നെയിംസ് ആയിരിക്കണം, എന്നാലേ നമുക്ക്
ഈ കമാൻഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ബൈൻഡ് റോസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയും കൂടെ കൊടുക്കുന്നു. .id ഈക്വൽസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് കോവിഡ് ഇന്ത്യ ഓൾ ആക്കുന്നു. കോവിഡ് ഇന്ത്യ മാത്രമായിരുന്നതിനെ കോവിഡ് ഇന്ത്യ ഓൾ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഒരു ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അതായത് നമ്മുടെ ഏത് ഡാറ്റാബേസിൽ നിന്ന് ഇത് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി. ഇതിൽ കേരള, അത് കഴിഞ്ഞ് അവസാനം ഇന്ത്യ എല്ലാം കാണും. അത് വേണമെങ്കിൽ നമുക്ക് സമ്മറി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പോപ്പുലേഷൻ ഇതിൽ നമുക്കറിയാം കേസസ് ഏകദേശം 3.5 ലക്ഷം ആയിരത്തോളമാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് നമ്പർ ഏകദേശം. അപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാം. 12,000 ഡെത്ത്സ്. ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കർവ് വരയ്ക്കാം. നമ്മൾ ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കണം അല്ലേ? അത് പോട്ടെ, നമുക്ക് പിന്നെ ചെയ്യാം കാലം. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണ ചെയ്ത പോലെ ഇതിപ്പോ ഞാൻ വേറൊരു സാധനമാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതിപ്പോ ഞാനതെടുത്ത് ഇവിടെ കട്ട് ചെയ്ത് മുകളിൽ കൊണ്ടുവരാം. സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത് കേരള ഇന്ത്യ. ഞാൻ കേരള ഇന്ത്യ മാത്രം എടുത്ത് പരിശോധിക്കാൻ പോവാണ്. അപ്പം ഇന്ത്യ കേരള എന്നുള്ള ഒരു ഒബ്ജക്റ്റാണ് സ്റ്റേറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ നമുക്ക് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞ തവണ പറ്റിയ പോലെ പറ്റരുത്. അതായത് ഫിൽറ്റർ സ്റ്റേറ്റ് പെർസെൻറ്റേജ് ഇൻ പെർസെൻറ്റേജ്, അതാണ് നമ്മുടെ ഇതിനുള്ള കമാൻഡ്. അതായത് ഒരു മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് ചിലതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു കമാൻഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ggplot ചെയ്താൽ കേസസ്, പിന്നെ അതിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പ് വേണം. കളർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വേരിയന്റ് വി ക്യാൻ ലൈൻ ടൈപ്പ് കൊടുക്കാം കളറിന് പകരം. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ക്യുമുലേറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഇതില് നമുക്കറിയാം അത് പക്ഷേ ഏത് ഡേറ്റ് വരെയുള്ള സാറേ? ഏതാ ഏത് ഡേറ്റ് വരെയുള്ളതാണ്? ഇത് 22 ആണെന്ന് തോന്നുന്നു. മെയ് 22 അതോ? അല്ല 22 അല്ല. ഇന്നിപ്പോ എത്രയാ? ജൂൺ 19. അപ്പൊ 2 ദിവസം മുമ്പത്തെ ആണെന്ന് തോന്നുന്നു. 16th ആയിരിക്കും. ഏകദേശം ജൂൺ പകുതിയോളം ഇല്ലേ ഇത്? പക്ഷെ ഇതിലുള്ള ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് കാണുന്നതാണ്. അതെ. അത് ഈ ഇന്ത്യയുടെ അതിലൊരു പ്രശ്നമുള്ള ഇതാണ്. ഇത് രണ്ട് സ്കെയിൽ ആയതുകൊണ്ട് ഭയങ്കരമായ വ്യത്യാസം കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത്. അല്ല, ഇത് ഇന്ത്യ ആണോ? ഞാൻ കേരള നോക്കാം സാർ.
കേരളം ഈ ഡോട്ടഡ് ലൈനാണ്, മറ്റത് ഇന്ത്യ. സോളിഡ് ലൈൻ ഇന്ത്യയാണ്. അതിപ്പോൾ ഇതിൽ നിന്ന് പോകാൻ എന്താ വഴി? പഠിച്ചാൽ മതിയാ. ഈ ഫുൾ സ്ക്രീൻ ഒരു പ്രശ്നമില്ല. മാക്കില് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഏതാ? എസ്കേപ്പ് അടിച്ചിട്ട് ഇത് പോകുന്നില്ല. അല്ല, നമ്മുടെ ആപ്ലിക്കേഷൻസിന് മുമ്പുള്ള F2 ഇല്ലേ? F2. ശരി. സോറി, F3 ഫംഗ്ഷൻ. ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് പുതിയ പ്രോ ആണ്. ഇതിൽ F ഒന്നുമില്ല. അതേതോ ഒരു സ്ക്രീനിൽ വരത്തേ ഉള്ളൂ. മുകളിലൊരു സ്ട്രിപ്പ്. കീബോർഡിൽ F3 ബട്ടൺ പ്രസ് ചെയ്യണം. അതാ പറഞ്ഞേ, കീബോർഡിൽ അതില്ല. മാക്കല്ലേ ഉപയോഗിക്കുന്നേ? മാക്ക് തന്നെ. പക്ഷെ അതിന്റെ മാക്കിന്റെ ഈ പുതിയ പ്രോ വെർഷനിലെ ഞാൻ ഉപയോഗിക്കുന്ന പഴയ വെർഷൻ. അവര് ഒക്കെ അവരെടുത്തൊരു മുകളിലൊരു സ്ട്രിപ്പ് ഉണ്ട്, ഒരു ടച്ച് സ്ക്രീൻ പോലെ. അതിനകത്തോട്ട് ഓരോ സാധനങ്ങളോട് കൊണ്ടുവന്നിരിക്കുക. എന്തോ സംഭവിച്ചു. മെനക്കേടായില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? ഞാൻ തൽക്കാലം ഷെയർ ചെയ്യുന്നത് നിർത്തിയിട്ടെ നോക്കട്ടെ. പക്ഷെ ഞാൻ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ ഇത് തന്നെ വരും. വിഷയം കാണാനില്ല. എഫ് ഒക്കെ വരാൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ഇല്ലേ സാർ? ഏത് ക്ലോസ് ചെയ്യാൻ? ഇല്ല, അതിൽ ഒരു ബട്ടണും ഇല്ല. ഇത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുക. വഴിയൊന്നുമില്ലെങ്കിൽ കമാൻഡ് ക്യൂ അടിച്ചു നോക്കും. ഇല്ല, ഇപ്പൊ ഞാൻ തിരിച്ച് ഇതിലോട്ട് വന്നു. സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞാനത് ആർ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന ഉടനെ അത് ഫുൾ സ്ക്രീനിലോട്ട് അങ്ങ് പോകും. അല്ല, ആർ സ്റ്റുഡിയോ എടുത്തിട്ടേ ക്വിറ്റ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കയറി നോക്കും. അതേ നോക്കിയുള്ളൂ. കമാൻഡ് ക്യൂ. ഫുൾ സ്ക്രീൻ മോഡില് പ്ലോട്ട് വലുതാക്കിയതുകൊണ്ടാണ് അതങ്ങനെ പറ്റിയപ്പോ. അതെ, അതാണ്. ഞാൻ ആ പ്ലോട്ട് സൂമിലോട്ട് പോയതാ പ്രശ്നമായി. വേറെ ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഫുൾ സ്ക്രീൻ ഇടണ്ട, പകരം വിൻഡോ മാക്സിമൈസ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള വിൻഡോസ് അങ്ങ് ക്ലോസ് ചെയ്തിട്ട്. അതെ, സ്റ്റുഡിയോന്റെ ഇത് മുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വ്യൂവിൽ വരുമ്പോ പെയിൻസ് എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. അതിലോട്ടൊന്നും ചോയ്സ് ഒന്നും ഇല്ല. അങ്ങനെയാണോ എനിക്ക് അതിന് നാവിഗേറ്റ് ചെയ്യുന്നത്? ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ പ്ലോട്ട്സും ആർ സ്റ്റുഡിയോ കിട്ടിയാണ്. ആർ സ്റ്റുഡിയോയില് കമാൻഡ് ക്യൂ പ്രസ് ചെയ്യും, അപ്പൊ അത് കിട്ടാവും. അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. ഫുൾ സ്ക്രീൻ മോഡ് ഉണ്ടോ? സാറെ കഴ്സർ ആ മോളില് ഒന്ന് കൊണ്ടുപോകും, നോക്കൂ. കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം മെനു ബാർ തന്നെ
മെനു ബാർ വരുന്നുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഉടനെ അത് അതിന്റെ ചോയ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതിൽ എല്ലാ ഇത് സൂം ക്ലോസ് ചെയ്യാൻ അത് സമ്മതിക്കുന്നില്ല. ഒരുവിധം ശരി. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ലല്ല, സ്ക്രീൻ ഷെയർ ഓഫാണ്. ഇപ്പൊ എനിക്ക് ഏതായാലും ആ സൂമിൽ നിന്ന് ഞാൻ ചാടി. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. സൂം ഔട്ടിലോട്ട് പോകാൻ നോക്കാം. ടോഗിൾ ഫുൾ സ്ക്രീൻ മാറ്റി. ഇപ്പൊ ശരിയായി. ഇനി ശരിയാക്കാം. ഷെയർ ചെയ്യാം. ഞാൻ മാക്സിമം ഇൻക്രീസ് ചെയ്യാതെ. ഇപ്പൊ കാണാമോ? അത് മതി. അല്ല, ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കുഴപ്പമില്ല. ശരി. ഇതാണ് സൂം. അപ്പൊ ഇതാണ് 2 സ്കെയിൽ ആയതുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പില് ഐ എം ട്രൈങ് ടു കൺസ്ട്രക്ട് റേറ്റ്സ്. അതിനാണ് ഞാൻ പോപ്പുലേഷൻ ഡാറ്റ എടുത്തത്. അപ്പൊ ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇത് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് അയച്ചു വരുമ്പോൾ അത് ഫോളോ ചെയ്ത് നോക്കിയാൽ ഓരോന്നായിട്ട് മനസ്സിലാവും. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ നിന്ന് എങ്ങനെ ഓരോന്നായിട്ട് എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും പെർ മില്യൺ എത്ര എന്നുള്ള രീതിയിലാക്കിയിട്ട് ഒന്നുകൂടെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്യുന്നു. കേസ് റേറ്റ് ഈക്വൽസ് കേസസ് ഇൻറ്റു 1 മില്യൺ ബൈ പോപ്പുലേഷൻ. ഡെത്ത് റേറ്റ് ഡെത്ത്സ് ഇൻറ്റു മില്യൺ ബൈ പോപ്പുലേഷൻ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആദ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം, സേവ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ പക്ഷെ കേസ് റേറ്റ് ഇതിൽ കാണാനില്ല. അത് ചെയ്തു. അപ്പം അത് ചെയ്തിട്ട് അപ്പോൾ 2 പുതിയ വേരിയബിളും കൂടെ നമ്മൾ ഉണ്ടാക്കി, കേസ് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. എന്നിട്ട് അത് സേവ് ചെയ്തിരിക്കുക. ഈ ഡാറ്റ ഫ്രെയിം കാണാനായിട്ട് മറ്റേ റൈറ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഏതായിരുന്നു ഇതിൻ്റെ അതെ, ഇപ്പൊ ഇതിൽ കാണാം കേസ് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡാറ്റ ഫ്രെയിം നമ്മൾ നോക്കിയത്. ഇതിലിപ്പോ ഡേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, കേസ്, ഡെത്ത്, പ്യൂർഡ്. അതിന്റെ ക്യുമുലേറ്റീവ് ആണ് ഓൾറെഡി. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് വേരിയബിളും കൂടെ ഉണ്ട്. സ്റ്റേറ്റും ഇന്ത്യയിൽ നിന്ന് നമ്മൾ എടുത്തതും സ്റ്റേറ്റിൽ നിന്ന് എടുത്തതും രണ്ടായിട്ട്. അത് വലിയ അത്യാവശ്യമില്ല, എന്നാലും അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിലോട്ട് പോയിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്നെ ഈ ഇന്ത്യ കേരള മാത്രം എടുത്തിട്ട് എക്സ് ഡേറ്റ്സ് വൈ ഈക്വൽസ് കേസ് റേറ്റ്. അപ്പോൾ കേസ് റേറ്റ് മാത്രമായിട്ട് നമ്മളൊരു പ്ലോട്ട് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ കാണാം. ഇത് പെർ 10 lakhs ആണ് ക്യുമുലേറ്റീവ് ഫോർ ഓൾ ഡേയ്സ്. ഇതുപോലെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൽ കേരളവും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ആയിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കേരളം ആക്ച്വലി കുറച്ച് ഹയർ ആയിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് ഇന്ത്യ നേരെ മുകളിലോട്ട് പോയിരിക്കുകയാണ്. സെയിം തിങ് വി ക്യാൻ ഡു വിത്ത് ഡെത്ത് റേറ്റ് ഓൾസോ. അത് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അത് ഡെത്ത് റേറ്റിൽ കുറേ കൂടെ വ്യത്യാസമുണ്ട്.
സ്റ്റാൻഡർഡൈസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ വെരി മച്ച് ഹയർ ദാൻ കേരള. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് ഞാൻ ഇത്തവണ ഉദ്ദേശിച്ചത് പഠിപ്പിക്കാനായിട്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ഇതിൽ കൊണ്ടുവരാം. പാനൽസ് പോലെ ഗ്രാഫ് കാണിക്കാൻ പറ്റും. അതിനാണ് ഫസറ്റിംഗ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡാറ്റ ഫോർമാറ്റ് ഒന്ന് മാറ്റണം. വാട്ട് ഈസ് കോൾഡ് ലോങ് ഡാറ്റ. ലോങ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഡെത്ത് റേറ്റ്, കേസ് റേറ്റ് ഒക്കെ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ടാണല്ലോ വരുന്നത്. അതിന് പകരം വൺ ബിലോ ദി അതർ ആയിട്ട് നമുക്ക് എടുക്കണം, എന്നാലേ ഇത് കോഡ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഗ്യാദർ കേസ് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള വേരിയബിൾസിനെ ഒന്നിന് താഴെ ഒന്നായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ ഏതാണ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വി വാണ്ട് എ കീ വേരിയബിൾ. കീ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രേറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കീ വേരിയബിൾ. അതിന് നമ്മൾ ഇവന്റ് എന്ന പേരിട്ടു. എന്ത് പേര് വേണമെങ്കിൽ ഇടാം. പിന്നെ അതിൽ ആക്ച്വലുള്ള വാല്യൂവിനാണ് നമ്മൾ റേറ്റ് എന്ന് പേരിട്ടു. അതും ഇതുപോലെ എന്ത് വേണമെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ വേറൊരു ഡാറ്റാബേസ് ആയിട്ട് സേവ് ചെയ്യണം. കേസ് കോവിഡിറ്റിയ ലോങ്. ഇതിന് ലോങ് ഡാറ്റ അല്ലെങ്കിൽ ടൈഡി ഡാറ്റ എന്നാണ് സാധാരണ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൈഡി വേഴ്സ് എന്നുള്ള ഒരു ഇത് വരുന്നത്, ടൈഡി. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം. ഐ തിങ്ക് ഈ ലോങ് ഡാറ്റ ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇതായിരിക്കും. ഇതാണ് കോവിഡിൻ്റെ. അതെ. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ കേസ് റേറ്റ്, ഇവന്റ് എന്താണ് കേസ് റേറ്റ്, അത് കഴിഞ്ഞിട്ട് ഡെത്ത് റേറ്റ്, അങ്ങനെ പോകും. റേറ്റ് ഏതാണ് ആക്ച്വൽ റേറ്റ്. അപ്പൊ ഇങ്ങനെ വൺ ബിലോ ദി അതർ, വൺ സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ളതിനെ നമ്മൾ വി ഹാവ് മെയ്ഡ് ഇറ്റ് ഇൻ ടു വൺ ബിലോ ദി അതർ. ഇത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് ഇതെല്ലാം റിപ്പീറ്റ് വരും ഓരോ. ബിക്കോസ് ഇതിപ്പോ ഇങ്ങനെ ഇരുന്നതിനെ 2 തവണ ആക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ അത് കോപ്പി ചെയ്യും. അതുകൊണ്ടാണ് അത് ഇരട്ടി നമ്പർ ആവുന്നത്, നമ്പർ ഓഫ് റോസ്. അത് പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. അപ്പൊ ഇങ്ങനെ ആയി കിട്ടിയാൽ നമുക്ക് വി ക്യാൻ ഡ്രോ എ ന്യൂ ഗ്രാഫ്. അതായത് ഇതിൽ സെയിം തിങ്, ഫിൽറ്റർ സ്റ്റേറ്റ്സ് കേരള ഇന്ത്യ. അതിൽ നമ്മൾ X is given as date and Y is given as the rate, and we can give the group as state, color also state. അത് കഴിഞ്ഞ് ജിയോം ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഫാസറ്റ് ഗ്രിഡ്, ഇത് ഈ ഇത്രയും കമാൻഡ് ഞാൻ മാറ്റി കാണിച്ചു തരാം, വേണ്ട. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രാഫും ഒന്നിന് താഴെ ഒന്നായിട്ട് വരും. ദിസ് ഇസ് ദ കേസ് റേറ്റ് ആൻഡ് ദിസ് ഇസ് ദ ഡെത്ത് റേറ്റ്. അപ്പൊ ഈ രണ്ട് സ്കെയിലും രണ്ടാണ്, അതുകൊണ്ട് അത് പ്രത്യേകം വേറെ കാണിച്ചിരിക്കുക. ഇതിപ്പോൾ മാക്സിമം 10 വരെ വരുന്നു, ഇവിടെ 300 വരെ വരുന്നുണ്ട്. അതായത് പെർ ഡേ ഉണ്ടാവുന്ന പെർ മില്യൺ കേസസ് ആൻഡ് ഡെത്ത്സ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇതിലിപ്പോ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ആയിട്ടും കാണിക്കാം. അതിന്റെ കമാൻഡ് എന്ന് പറയുന്നതാണ് ഈ ഫാസറ്റ് ഇവന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കേസ് റേറ്റ് ഡെത്ത് റേറ്റ്. കേസ് ആണോ ഡെത്ത് ആണോ എന്നുള്ളത്. അപ്പൊ ഇവന്റ് ഇത് ടിൽഡേ. ഈ ടിൽഡേ എന്ന് പറയുന്നത് ഈ നമ്മുടെ കീബോർഡിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് അപ്പർ കോർണറിലുള്ള കീ ആണ്. ഷിഫ്റ്റ് അടിച്ചിട്ട് വേണം അത് നിൽക്കാൻ. അപ്പൊ അത് കൊടുത്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിന് താഴെ ഒന്നായിട്ട് വരും. ഇവന്റ് വിൽ കം വൺ ബിലോ ദി അതർ. അതിപ്പോ അഗെയിൻ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. 6 ഫസ്റ്റ് പൊസിഷനിൽ എപ്പോഴും റോ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇവന്റ് ആദ്യത്തെ പൊസിഷനിൽ കൊടുത്താൽ റോ ബൈ റോ ആയിട്ട് കാണിക്കും. നേരെ മറിച്ച് ഇതെടുത്ത് തിരിച്ചിട്ടാൽ ഇപ്പം ഈ ഇവന്റ് ഇങ്ങനെ കാണിക്കുന്നതിന് പകരം ഡോട്ട് ടിൽഡേ ഇവന്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് നേരെ തിരിച്ചുള്ള ഗ്രാഫ് കിട്ടും. അപ്പം അത് നമ്മൾ ഏതാണ് സൂട്ടബിൾ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രീ സ്കെയില് വൈയിൽ കാണിക്കത്തില്ല. കാരണം ഇത് ഒരു വൈ ഒരുമിച്ച് കോമൺ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒറ്റ വൈയിലോട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഡെപ്ത് വളരെ കുറവായി ഇപ്പം നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്കെയിൽ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കാണിക്കണമെങ്കിൽ റോ ബൈ റോ ആയിട്ട് കാണിക്കുന്നതാണ് ബെറ്റർ. തിരിച്ച് നമുക്ക് അതിലോട്ട് പോകാം. പിന്നെ ഞാൻ കുറച്ച് ബാക്കി താഴെ അതിൻ്റെ എംബലിഷ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ അത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള അത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കൊടുക്കാൻ ഞാൻ കൊടുത്ത പോലെ, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്തിട്ട് ആദ്യം ഒരു പ്ലോട്ട് സേവ് ചെയ്ത് അതിൻ്റെ പുറത്ത് പ്ലോട്ട് 1+ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊടുക്കാം, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ. അപ്പോൾ അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അത് വലിയ ആവശ്യമില്ല, കാരണം ഈ ലൈൻ കണ്ടാൽ അറിയാമല്ലോ എന്താണ്. അതിനുള്ള കമാൻഡ് ഇതിൽ ഐ ഡോണ്ട് നോ വെദർ ഐ ടോൾഡ് യു. ഈ ലാബ്സ് ആണ്, ലാബ്സ് കളറാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കളർ ഈക്വൽസ് വെറുതെ കോഡ്സിനകത്തൊരു ഗ്യാപ്പ് കൊടുത്താൽ അതിൻ്റെ ടൈറ്റിൽ എടുത്തും കളയും. അല്ലെങ്കിൽ ആ ടൈറ്റിൽ വേറെ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ അവിടെ കോഡ്സിനകത്ത് കൊടുക്കാം. ടൈറ്റിൽ ഇല്ലാതിരിക്കണമെങ്കിൽ വെറുതെ ബ്ലാങ്ക് ആയിട്ട് കോഡ്സ് കൊടുത്താൽ മതി. ഞാൻ വൈ ആക്സിസിനെ റേറ്റ് പെർ മില്യൺ എന്നാക്കി, എക്സ് ലേബിൾ ഡേറ്റ് എന്നാക്കി, ബാക്കിയെല്ലാം എലിമെന്റ് ബ്ലാങ്ക്, അതായത് പാനൽ ഗ്രിഡ് ഈക്വൽ എലിമെന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഗ്രിഡ് ലൈൻസ് എല്ലാം എടുത്തു കളഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒരു ടൈപ്പ് ഓഫ് ഇതും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, അതായത് ഇവന്റ് ഈ രണ്ട് പോയിന്റും നമുക്ക് ഫാസറ്റ് ഗ്രിഡിൽ കൊടുക്കാം. ഇവന്റ് ടിൽഡേ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് ലൈക്ക് എ ക്രോസ് ടാബുലേഷൻ. അപ്പോൾ അത് 4 പ്രത്യേക ലൈനായിട്ടത് കാണിച്ചു തരും. ഇങ്ങനെ അപ്പോൾ സ്റ്റേറ്റ് ഇങ്ങനെ കോളമായിട്ട് വരും, ഈ റേറ്റ് ഇങ്ങനെ റോസ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ഇന്ത്യ, കേരള, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കമ്പയർ ചെയ്യും. ദിസ് ഈസ് ഡെത്ത് റേറ്റ് India and Kerala. This is case rate India and Kerala. അപ്പോൾ ഇതാണ് അതിൻ്റെ കമാൻഡാണ്. ഈ ഡോട്ടിന് പകരം ഈ ഇവന്റ് ടിൽഡേ സ്റ്റേറ്റ് എന്ന് കൊടുത്താൽ മതി. So these are different ways of creating graphs with അപ്പോൾ ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? സാർ ഇപ്പൊ ഇത് പറയൂ. ഫ്രീ എന്ന് പറഞ്ഞ സ്കെയിൽ ഫ്രീ എന്ന് പറഞ്ഞല്ലോ, അതെന്താണോ പറയാം. ഏതാ സ്കെയിൽ ഈക്വൽ ടു ഫ്രീ എന്ന് പറയുന്നുണ്ടല്ലോ, സ്കെയിൽ ഈക്വൽസ് ഫ്രീ. അതെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു ഗ്രാഫ് എടുത്താലേ നോക്കി അറിയാൻ പറ്റും. ഇതിപ്പോ ഇതില് ഈ റേഞ്ച്, ഈ വൈ സ്കെയിൽ എന്ന് പറയുന്നത് 0 മുതൽ 10 വരെ ഉള്ളൂ. ഇത് 300 വരെ ഉണ്ട്. ഈ ഫ്രീ കൊടുത്തില്ലെങ്കിൽ ഇത് രണ്ടും ഒരേ സ്കെയിലിലോട്ട് മാറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 10 വരെയുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇത് 2 ചെറിയ ലൈനായിട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് തിരിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഈ ഇതേ ഗ്രാഫില് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഫ്രീ സ്കെയിൽ എടുത്ത് കളഞ്ഞാലും അത് മനസ്സിലാവും. ഈ സ്കെയിൽ ഈക്വൽസ് ഫ്രീ എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്താല് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് കണ്ടോ? അപ്പൊ ഈ സാധനം രണ്ടും 300ലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡെപ്ത് ഒന്നും കാണാൻ പറ്റത്തില്ല. അത് ഇറ്റ് വിൽ നോട്ട് ബി, നമ്മുടെ ഒരു ഗ്രാഫ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വിൽ നോട്ട് കമ്മ്യൂണിക്കേറ്റ്. അതുകൊണ്ടാണ്
ഓക്കെ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്കെയിൽ ഈക്വൽസ് ഫ്രീ എന്ന് കൊടുത്താലും നമ്മൾ ഇത് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്യും, അതിനെ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ സ്കെയിൽ ഈക്വൽസ് ഫ്രീ ഉണ്ടായിട്ട് കാര്യമില്ല, ഒറ്റ സ്കെയിലിൽ തന്നെ കാണിക്കും. ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലേ അപ്പൊ അത് ഇതിനെ ബിക്കോസ് ഒരു വൈ സ്കെയിൽ ഇവിടെ രണ്ടാമതൊരു വൈ ഇത് വരയ്ക്കത്തില്ല, അതിന് ഒരു ഒറ്റ ഇതിലങ്ങ് എടുക്കും. നേരെ കുറച്ച് താഴെ ആകുമ്പോൾ രണ്ട് വൈ വേറെ വേറെ വരയ്ക്കും. അതാണ് അത് സംതിങ് ടു കീപ്പ് ഇൻ മൈൻഡ്. അത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് ഇങ്ങനെ നാലായിട്ട് കാണിക്കണമെങ്കിൽ ഇതുപോലെ ഇവന്റ് ടിൽഡേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കെയിൽ ഈക്വൽസ് ഫ്രീ എന്ന് കൊടുത്താൽ ഇങ്ങനെ കാണാൻ പറ്റും, 4 പ്രത്യേക ഗ്രാഫായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് കളറും ഗ്രൂപ്പും ഒന്നും വേണ്ട, കാരണം അത് എല്ലാം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഗ്രൂപ്പ് എന്നുള്ള സ്പെസിഫിക്കേഷൻ കൊടുക്കണ്ട ഗ്രാഫിൽ. കളറും കൊടുക്കണ്ട, കളറ് ഒരു കളർ തന്നെ മതിയല്ലോ. അപ്പൊ ഇതാണ് റേറ്റ് വെച്ചിട്ടുള്ള ഒരു എങ്ങനെയൊക്കെ വരയ്ക്കും എന്നുള്ളതാണ്. And also this faceting is a very convenient option in ggplot, കാരണം നമുക്ക് പല ഗ്രാഫും ബൈ ഗ്രൂപ്പായിട്ട് തിരിച്ച് കാണിക്കാൻ പറ്റും. അപ്പൊ അതിന് പ്രത്യേകം കോഡ് എഴുതേണ്ട കാര്യമില്ല. ഒറ്റ കോഡ് എഴുതിയിട്ട് ഫാസറ്റ് ചെയ്താൽ നമുക്ക് വേറെ ആയിട്ട് കാണിക്കാം. ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഓക്കെ. പിന്നെ ഇതിലിപ്പോ നമ്മളൊരുവിധം ഇനിയിപ്പോ വേറെ എന്ത് ഗ്രാഫ ഞാൻ പിന്നെ വിചാരിച്ചത് ഇതാണ്, ഒരു ഈ കോവിഡിന്റെ അടുത്തിട്ട് പർട്ടിക്കുലർ അതിന്റെ ലാസ്റ്റ് ഡേയുടെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് പൊസിഷൻ അറിയാൻ പറ്റും. അപ്പൊ അതിൽ ഓരോന്നിലും ഓരോ ദിവസവും ലാസ്റ്റ് ഡേ എത്ര കേസ് ഉണ്ടായിരുന്നു. ആൻഡമാൻസിൽ 44 ഉള്ളൂ, ആന്ധ്രയിൽ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കാം. ഇതിൽ നിന്ന് പിന്നെ ഒരു ലാസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്പർ ഓഫ് കേസ് വെച്ചിട്ട് ടോപ്പിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഓഫ് കോഴ്സ് സ്റ്റോപ്പ്, ഇന്ത്യ നമുക്ക് വേണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ആദ്യം നമുക്ക് ഗ്രൂപ്പ്, അതിനാണ് ഞാൻ ഗ്രൂപ്പ് വെച്ചത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ മാക്സിമം ഈക്വൽസ് ഡേറ്റ് ആൻഡ് ഗ്രൂപ്പ്സ് ഈക്വൽസ് ഇന്ത്യ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയാണ് ടോപ്പ്, കേസസ് 1 ലക്ഷത്തിൽ കൂടുതലുണ്ട്. പിന്നെ തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് 10 അങ്ങനെ വല്ലതും സെലക്ട് ചെയ്യാൻ top_n കൊടുത്തിട്ട് 10 12 എത്രയാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പൊ 10 സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഹരിയാന. ഇതിനെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കാം.
equals state aesthetics നോക്കണം. യോം പോൾ എന്ന് പറഞ്ഞൊരു എന്താണ് കാണിക്കുന്നത്? അപ്പൊ ഈ 10 സ്റ്റേറ്റിന്റെ ഗ്രാഫ് കിട്ടും. പക്ഷെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തെങ്കിലും ഇതിങ്ങനെ എടുക്കുമ്പോൾ വിതിൻ ദിസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് അറേഞ്ച് ചെയ്യത്തില്ല. അത് ഗോസ് ബൈ ആൽഫബറ്റിക് ഓർഡർ. അപ്പൊ അതിന് നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ ബൈ ഓർഡർ അറേഞ്ച് ചെയ്യണമെങ്കിൽ വിതിൻ ദിസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ചില പണികളുണ്ട്. അപ്പൊ ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിന്റെ എടുത്ത് കളഞ്ഞിട്ട് ഇതിപ്പോ ഇതിനെ വേണമെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് ആക്കിയിട്ട് മാറ്റാം. ടോപ്പ് 10 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കാം. ഇത് ഓർഡറിൽ തന്നെ, പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പക്ഷെ ഇനിയിപ്പോ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ വേ ഓഫ് ഡൂയിങ് ദാറ്റ്. അതിന് ഒന്നാമത് ഇത് നമ്മൾ ഫാക്ടർ ആക്കണം. ഇതിന്റെ ഈ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഡോളർ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു കമാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, തൽക്കാലം ഞാനത് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനത് പിന്നീട് സ്ക്രിപ്റ്റ് അയക്കുമ്പോൾ ഞാൻ അയക്കാം. സോ ഇത് വേണേൽ നമുക്ക് ചെയ്യാവുന്നത്. അല്ലാതെ ഗ്രാഫ് വരച്ചിട്ട് we can just show you. Sequence. പിന്നെ നമുക്ക് ഇതിനെ ചെയ്യാവുന്നത്, ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം. അതായത് ഇതിന്റെ we can make it, നമ്മൾ നേരത്തെ കാണിച്ചതാണ്.
കോർഡിനേറ്റ്സിനെ ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആവും. ഹൊറിസോണ്ടൽ ആവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാണാൻ ഒരു സുഖമുണ്ട് ഇങ്ങനത്തെ ഗ്രാഫ്. അപ്പോൾ ഇതിൽ നേരിട്ട് ഇതിൻ്റെ പേര് വായിക്കുകയും ചെയ്യാം. യു ക്യാൻ സീ ദ കോളംസ് ഓൾസോ. മഹാരാഷ്ട്രയാണ് ടോപ്പ്. ഇത് അറേഞ്ച് ചെയ്യാൻ ഒരു വഴിയുണ്ട്, അത് ഞാൻ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതി തരാം. തൽക്കാലം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ദിസ് ഇസ് വൺ ഓപ്ഷൻ. ഇതിൽ ഈ ജിയോം കോളിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറെ എംബലിഷ്മെന്റ് ഒക്കെ ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ഫിൽ ഈക്വൽസ് ഇൻട്രസ്റ്റിംഗ്ലി ഇതില് ഒരു ഇതുള്ളത് GG പ്ലോട്ടില് കളർ എന്നുള്ളത് 2 സ്പെല്ലിംഗ് കൊടുക്കും. COLOR കൊടുക്കും, LOUR കൊടുക്കും. സാധാരണ ഈ എല്ലാവരും അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഹാർഡ്ലി വിക്കം ന്യൂസിലാൻഡുകാരനായതുകൊണ്ട് അയാൾ ബ്രിട്ടീഷ് സ്പെല്ലിംഗും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ മാറ്റുമൊക്കെ ചെയ്യാം ഭംഗിയാക്കാൻ വേണ്ടി. പിന്നെ ആക്ച്വലി നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, ഇതിന്റെ പുറത്തുകൂടെ വേണേൽ ഒരു ജിയോമും കൂടെ ചേർക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എസ്തെറ്റിക്സ് ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും അതിനകത്ത്. സെയിം തിങ്, അതായത് x ഈക്വൽസ് 8 y ഈക്വൽസ് let us say എനിക്ക് അറിഞ്ഞൂടാ, അത് പക്ഷെ വളരെ ചെറുതായിരിക്കും ടെക്സ്റ്റിന്റെ എണ്ണം. എന്നാലും നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് അത് തമ്മിൽ കുറച്ചൊരു വ്യത്യാസം കാണണമെങ്കിൽ രണ്ടും കൂടെ ഒന്നിന്റെ പുറത്ത് ഒന്നായി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെയിം പൊസിഷൻ ഡോട്ട് ഇൻ ദ സെൻസ് പക്ഷെ അതിന്റെ ത്തിന്റെ എണ്ണത്തിന്റെ പ്രശ്നമാണ്. അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല, അത് തീരെ ചെറുതായിപ്പോയി. നമുക്കത് വിടാം. അല്ലെങ്കിൽ വേറെ ഒരു ജിയോം കൊടുക്കാം. യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് ഒരു പോയിന്റ് ആയിട്ട്, ഒരു സർക്കിൾ ആയിട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ y ഈക്വൽസ് ഡെപ്സ് കൊടുത്താൽ അത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അതിന് പകരം ഈ y വേരിയബിളിൽ എവിടെ വരും എന്ന് നോക്കണം. അതായത് ഈ എത്ര ഏകദേശം ഒരു 1000 അവിടെ വെച്ച് നോക്കാം. അത് ഈ കോഡ് ഫ്ലിപ്പ് ഞാൻ എടുത്ത് കളയാൻ നോക്കട്ടെ. ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് ഇതിനെ ഓരോ പുറത്തുകൂടെ വേറൊരു സാധനത്തിന് ഡെറ്റ്സും കൂടെ ഗ്രാഫ് ചെയ്തിരിക്കുക. അപ്പൊ ഡെറ്റ്സിന്റെ നമ്പർ ഈസ് കോഡഡ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദീസ് പോയിന്റ്സ്. അതനുസരിച്ചാണ് ഇതിന്റെ സൈസ് പോകുന്നത്. പക്ഷെ അത് എന്നാലും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പൊ ഇതിൽ y എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എത്ര മുകളിൽ നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഓവർ പ്ലോട്ടിങ് ആയതുകൊണ്ട് ഇപ്പൊ 1000 കൊടുത്തപ്പോൾ ഇവിടം വരെ എത്തിയുള്ളൂ. 1000 പോരാ, ഇപ്പൊ 30,000 തന്നെ ഇവിടം വരെ എത്തി. അതുകൊണ്ട് you can give 10,000 or something. ഈ വൈയുടെ അവിടെ 10,000 കൊടുത്താൽ കുറച്ചുകൂടെ
മുകളിലായിട്ട് കാണാം. അതിനെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ the length of the column indicates number of cases, the size of the dot indicates number of deaths. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ളതേ ഉള്ളൂ. ലേറ്റസ്റ്റ് ഡേയിലെ നമ്പർ വെച്ചിട്ട്. ഇത് പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതാണ്. We have to arrange this by from top to bottom. അത് I will give it in the script. അത് ചെറിയൊരു കമാൻഡാണ്, പക്ഷെ അത് വിട്ടുപോയി. അതിന് എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫാക്ടർ ആക്കണം. ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഫാക്ടർ ആക്കിയിട്ട് അതിനെ തിരിക്കാം. പിന്നെ ഇതിന്റെ കളറും ഫില്ലും ഒക്കെ ഇഷ്ടംപോലെ മാറ്റാം. So this is, I think, for today. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, അതിനകത്ത് സ്കെയില് ലോഗരിതമിക്കും മറ്റൊക്കെ ആക്കുന്നത് എങ്ങനെയാണ്? ലോഗരിതം ഇപ്പൊ ലൈൻ ആണെങ്കിൽ അത് ലോഗ് വൈയിൽ ഇപ്പൊ ലോഗ് റേറ്റ് എന്ന് കൊടുത്താൽ ലോഗരിതം പറ്റും. ഏതിലാണെങ്കിലും അതെ, എന്ത് വാട്ട് എവർ ഇത് വേരിയബിൾ അതിന് ലോഗ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ പിന്നെ ലോഗരിതം ഉള്ള ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ യൂട്ടിലിറ്റി കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് സേവ് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല ശരിക്കും, ഗ്രാഫിന്റെ ഇടയ്ക്ക് കൂടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, വേരിയബിൾ ചേഞ്ച് ചെയ്യാതെ തന്നെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്. അതെ, പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലോഗ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗ് സാധാരണ ലോഗ് നാച്ചുറൽ ലോഗാണ് എടുക്കുന്നത്. ലോഗ് 10 വേണമെങ്കിൽ ലോഗ് 10 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വേറെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണമെന്നും കൂടെ ഒന്നിപ്പോ തീരുമാനിക്കണം. അതായത് ഈ കോവിഡിന്റെ ഇനിയിപ്പോ ഇതുപോലൊക്കെ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ 2-3 സെഷൻസ് ആയിട്ട് പ്ലോട്ട്സിനെ പറ്റി ആയിരുന്നല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മറ്റ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ റിഗ്രഷൻ അല്ലെങ്കിൽ കോറിലേഷൻ, ഞാനും വിചാരിച്ചത് അതായത് ഒരു ഡാറ്റ സെറ്റ് കിട്ടിയാൽ പോസിബിൾ ആയിട്ടുള്ള മറ്റ് ടൂളുകൾ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആസ്പെക്ട്സ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്റെ ഐഡിയ തന്നെയാണ്. അപ്പൊ എന്നാ പിന്നെ അടുത്ത തവണ മറ്റ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നത്, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതൊരു അടുത്ത ദിവസം ഒരു കുറച്ചു നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ആർക്കെങ്കിലും വേറെ സ്റ്റേറ്റിന്റെയോ വേറെ ഡാറ്റ സെറ്റ് തന്നെയോ എടുത്തിട്ട് വല്ലതും ഇതുപോലെ കോവിഡിന്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ ടീമിലുള്ളവർ ചെയ്തിരിക്കുന്ന എല്ലാം പൈത്തൺ ബേസ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ മാറ്റ്ലാബിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം അടുത്ത വരുന്ന സെഷനിൽ. അതെ, എന്തെങ്കിലുമൊക്കെ ഒന്നൊരു വേരിയേഷൻ. എപ്പോഴും ഞാൻ തന്നെ സംസാരിക്കുന്നതിനേക്കാളും. അപ്പൊ ഏതായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെറുതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കടക്കാം. ഇതും കൂടെ ചെയ്യാം. നമുക്ക് ഈ വേറെ എന്തെങ്കിലും പ്ലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതും കൂടെ ചെയ്യാം. എന്ത് പറയുന്നു? Any other opinion, suggestions, questions? സാർ, നമുക്ക് ഈ ക്യുമുലേറ്റീവ് ഡേറ്റയിൽ നിന്ന് പെർ ഡേ ഡേറ്റ പ്ലോട്ട് എടുക്കാൻ പറ്റുമോ? പറ്റും. അതിന് ലാഗ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. വേരിയബിൾ ഉണ്ടാക്കണം, മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ലാഗ് കേസസ് എന്നുള്ള ഡേ ടു ഡേ ആക്കേണ്ട ലാഗ് കേസസ് എന്നൊരു കമാൻഡ് ഉണ്ടാക്കും, ഒരു വേരിയബിൾ ഉണ്ടാക്കും. എന്നിട്ട് കേസസ് മൈനസ് ചെയ്താൽ. പക്ഷേ ഈ കേസുകൾ എന്ന് പറയുന്നത് ആക്റ്റീവ് കേസസ് ആയിരിക്കത്തില്ലേ സർ?
അല്ല, ഇത് എനിക്ക് ആക്റ്റീവ് കേസസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് സ്ക്യൂവേർഡ് മൈനസ് ചെയ്യണം. കുറെ സ്ക്യൂവേർഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൂടെ ഇതിലുണ്ട് എന്റെ കൂട്ടത്തിൽ. അത് വേണമെങ്കിൽ നോക്കാം. അത് നോക്കിയിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ സ്ക്യൂവേർഡ് അല്ല ആക്റ്റീവ്. ഞാനിതെല്ലാം പ്ലോട്ട് ചെയ്തിരുന്നു, എല്ലാം വെറും ഗൂഗിൾ ഷീറ്റ് തന്നെ വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് ആ കോളത്തില് ആ ഫോർമുല അങ്ങ് റൺ ചെയ്തിട്ട് ചെയ്തു. അതാ പറഞ്ഞത്, ചെയ്താൽ മറ്റത് കിട്ടും. ലാഗ് വേരിയബിൾ ഉണ്ടാക്കി ഞാൻ 7 days ആവറേജ്, 14 days അങ്ങനെ ലാഗ്, നമുക്കങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിട്ട് പല രീതിയിൽ ചെയ്ത് നോക്കി. ശരി. അല്ല, ഇതിന് GG പ്ലോട്ടിന്റെ ഒക്കെ വേറെ ഇതൊന്നും ഇല്ല. ഓൺലി തിങ് ഗ്രാഫ് കുറച്ചുകൂടെ എലഗന്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അതിനെ ഗ്രാഫിനെ പലതരത്തില് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് മെയിൻ ആയിട്ട്. പബ്ലിക്കേഷൻ ക്വാളിറ്റി കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റു പല ഇതിനേക്കാളും. സാർ അതുപോലെ ഇപ്പോ ഉദാഹരണത്തിന് നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, നമുക്കതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ ഗ്രാഫിന്റെ ഒരു എക്സ്ട്രാപ്പുലേഷൻ പോലെ, അതായത് സ്കെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പോ ഇത് എവിടെ പോകുന്ന അറിയാനോ? അതെ, ഒരു ട്രെൻഡ് വെച്ചിട്ട്. ട്രെൻഡ് വേണമെങ്കിൽ, പ്രഡിക്ഷൻ വേണമെങ്കിൽ നമുക്കിപ്പോ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ചെയ്യാം. ഇപ്പോ ഒരു റിഗ്രഷൻ ഒക്കെ ചെയ്തിട്ട് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് എന്നിട്ട് പിന്നെ അതിനെ ഗ്രാഫ് ചെയ്യണം. അല്ലാതെ ഗ്രാഫിൽ നിന്ന് നേരിട്ട് മറ്റൊന്നും അറിഞ്ഞില്ല. അത് നമുക്കൊരു മോഡൽ ബേസ് ചെയ്തിട്ടേ പറ്റുള്ളൂ. either മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. അതിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈവൻ ടൈം സീരീസ് എന്ന് പറഞ്ഞ കുറെ കമാൻഡ്സ് ഉണ്ട്. അതിൽ ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഒരുപാട് ടൈം സീരീസ് ചെയ്യുന്നതാണ്. അപ്പൊ അതില് ഇതുപോലത്തെ ഒരുപാട് ഗിമിക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് അതിലാണ് ഈ മൂവിങ് ആവറേജ് ഒക്കെ അവർ ഒരുപാട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇക്കോണമിസ്റ്റുകൾ പ്രൈസ് മൂവ്മെന്റ്, സ്റ്റോക്കിന്റെ ഷെയറിന്റെ പ്രൈസസ്, അതൊക്കെ പ്രഡിക്ട് ചെയ്യുന്നത്, അതൊക്കെ പറ്റും. അതിന്റെ പിന്നാലെ പോണം. ഓക്കെ, അതായത് ആദ്യം ഒരു മോഡൽ ഉണ്ടാക്കണം അല്ലേ? അതെ. സ്റ്റാറ്റിസ്റ്റിക്സിൽ ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രഡിക്ഷൻ ഒക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പ്ലോട്ട് ചെയ്യാം. പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഡൈനാമിക്കൽ മോഡൽസ് ആണെങ്കിൽ ഇപ്പോ ഉള്ള കണ്ടീഷൻസ് ഇൻപുട്ട് അല്ലെങ്കിൽ എൻട്രി വാല്യൂസ് ആയിട്ട് എടുത്തിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യും. ആ മോഡൽ അങ്ങ് റൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മാറിക്കും. അതിപ്പോ നമ്മുടെ ഈ എപ്പിഡമിക് പ്രഡിക്ഷൻ ഒക്കെ ചെയ്യുന്ന പോലെ അത് മാറില് പറ്റും. മാറില് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അത് അതിന്റെ കറക്റ്റ് കമാൻഡ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത്. അസോസിയേഷൻ ടൂൾസും ക്ലസ്റ്ററിങ് അങ്ങനത്തെ ഏരിയയൊക്കെ കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു. അസോസിയേഷൻ റൂൾ മൈനിങ്, ക്ലസ്റ്ററിങ്, അതൊക്കെ. ക്ലസ്റ്ററിങ്ങോ? അതെ സർ. ക്ലസ്റ്ററിങ്ങിന് ഒരുപാട് കമാൻഡ്സ് ഇതുണ്ട്, ഇതിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ലസ്റ്ററിങ് കാണിച്ചു തരാം. എല്ലാവരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കടക്കാം. അതെ. പിന്നെ ആവശ്യമുള്ളത് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ വിചാരിച്ചത് സ്റ്റാറ്റിസ്റ്റിക്സ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അത് കഴിഞ്ഞ് ഓരോന്ന് ഇപ്പൊ റിഗ്രഷൻ, എന്റെ ചെറിയ റിഗ്രഷൻ, അത് കഴിഞ്ഞിട്ട് ആ ലെവല് കഴിഞ്ഞിട്ട് വല്ലവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ വേർഡുകൾ എത്തോന്ന് പോലും നമുക്ക് മനസ്സിലാവും. നമുക്ക് മുസ്ഫിറിനോട് മറ്റോ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ കഴിയുമ്പോൾ അല്ല, ഇത് എനിക്കറിയാവുന്ന പോലെ മുസ്ഫിറിനോട് മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതെ സാറ് നിർത്തുന്നത് നമുക്ക് മുസ്ഫിറിനോട് മറ്റോ പറഞ്ഞിട്ട് മെഷീൻ ലേണിംഗോ അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ല, അത് എനിക്ക് താല്പര്യമുണ്ട്. മെഷീൻ ലേണിംഗ് ആറിന്റെ ചില ബേസിക് കാര്യങ്ങൾ എനിക്കറിയാം. ഇപ്പൊ എന്താ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ മോഡൽസ് ഒക്കെ ഇതിൽ ചെയ്യുന്നതൊക്കെ ഇപ്പൊ ആറിൽ ഒരുപാട് പുതിയ പാക്കേജസ് ഉണ്ട്, മെഷീൻ ലേണിംഗിന് വേണ്ടിയുള്ള പാക്കേജസ് ഉണ്ട്. പക്ഷെ അതിൽ പലതിലും എന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. അതുകൊണ്ട് അത് കിട്ടുന്നത് കാണിക്കാമെന്നല്ലാതെ എന്താണ് നടക്കുന്നതെന്ന് വലിയ പിടിയൊന്നുമില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്.
അപ്പൊ ഇന്നത്തേക്ക് നിർത്താം. അടുത്ത എന്നാ വളരെ സിമ്പിൾ ആയ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ മെഷീൻ ലേണിംഗ് ഡയറക്ഷൻ. കേട്ടൂടാ? ഹലോ, അത് പ്രയം നമ്മള് ഓൺലൈൻ കോഴ്സ് എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ. ഹലോ, കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ലാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞത് ഇതാണ്, നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ സാർ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷനും അതുപോലെ ക്ലസ്റ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതെ അതെ ഓരോന്നോരോന്നായിട്ട് പോവാം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ചെയ്യാം. അപ്പൊ അത് പ്രശ്നമില്ല. നമ്മൾ എന്നിട്ട് പിന്നെ 1-2 ഗസ്റ്റ് സെഷൻസ് കൈകാര്യം ചെയ്യാൻ നമ്മുടെ കൂടെ തന്നെയുള്ള എക്സ്പേർട്സിനോട് വേണമെങ്കിൽ പറയാം. അതെ, അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും. അപ്പൊ അവര് പറയും. എനിക്കറിയാവുന്ന ഞാൻ പറയാം സാർ. പിന്നെ ഈ സാർ ഈ ക്ലാസ്സിന് മുമ്പേ ഈ സാർ അന്നത്തേക്ക് പ്രിപ്പയർ ഈ ഓൾറെഡി പ്രിപ്പയർ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സ്ക്രിപ്റ്റ് ക്ലാസ്സിന് മുമ്പ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി എന്താ പറഞ്ഞ സാർ, അത് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ഈസിയർ ഫോർ യു ടു ഡു ഇൻ ദിസ് വേ, ബട്ട് നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ട് അതിനകത്ത്. ഓക്കെ, അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിത് പലപ്പോഴും ഇതിപ്പോ ഇന്ന് ഉച്ചയൊക്കെ ആയി, ഏകദേശം ആയി വന്നപ്പോ ജസ്റ്റ് 10 minutes മുമ്പ് സാറ് അത് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടാൽ മതി. കുറച്ച് വേരിയേഷൻ വരും, പക്ഷെ അതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്യാം. അല്ല, അതൊരു പ്രശ്നമല്ല സാറ്. ഓൺ ദ ഗോ ചേഞ്ച് ചെയ്യുന്ന സാധനം നമുക്ക് കൂടെ ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കോഡുകൾ നമ്മൾ അടിച്ചു വരുമ്പോഴത്തേക്ക് കാര്യം മാറിപ്പോ. അപ്പം മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ ആ വീഡിയോയും സ്ക്രിപ്റ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അതിന്റെ കൂടെ ചെയ്ത് നോക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാം, അതിന് നോ പ്രോബ്ലം. സാർ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഇട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ 7 മണിക്കൊക്കെ ശരി. പിന്നെ അപ്പൊ നമ്മള് സെഷൻസ് ഇപ്പം പോയി പറഞ്ഞോളൂ. അല്ല, മെഷീൻ ലേണിംഗ് ആറിനകത്ത് ഇപ്പം ഒത്തിരി അഡ്വാൻസ് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞൊരു പാക്കേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഈവൻ കേരാഫ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഡീപ് അതിനകത്ത് അതൊക്കെ ഇപ്പൊ ആറിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഈ ML ഡിപ്ലോയ് ചെയ്യാനായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഒറ്റത്തവണ കൂടുതലും പൈത്തൺ ആണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷെ ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡെന്നിസ് പറഞ്ഞ പോലെ ഒരുപാട് അഡ്വാൻസ് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, തിയറട്ടിക്കലായിട്ട് ഇപ്പോ എനിക്ക് തോന്നുന്ന ആർ ബ്ലോഗേഴ്സിൽ പോയിട്ട് നമ്മൾ ആ സെർച്ചിൽ ISLR എന്ന് കൊടുത്തു നോക്കിയാൽ ഈ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് ഇൻ ആർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. 2 വലിയ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ചേർന്ന് എഴുതിയതാണ്. അപ്പൊ അതിന്റെ കൂടെ അവരൊരു 10-15 ലെക്ചർ യൂട്യൂബ് കൊടുത്തിട്ടുണ്ട്. അത് മെഷീൻ ലേണിംഗ് താല്പര്യമുള്ളവർക്ക് അത് ഓരോന്നോരോന്നായിട്ട് കാണുന്നത് നല്ലതായിരിക്കും. അതിൽ അവർ ഇതുപോലെ ആർ സ്റ്റുഡിയോയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൺലി തിങ് അതിന്റെ തിയറി കുറച്ച് ഹൈ ഫ്ലോൺ ആണ്. എനിക്ക് തന്നെ മുഴുവനായിട്ട് മനസ്സിലായെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പിന്നെ ഏകദേശമൊക്കെ പിടി കിട്ടിയെന്നല്ലാതെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ബുക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ്. അതും 2 ബുക്ക് വൈലിയോ സ്പ്രിങ്ങറോ ആണ്. 2 ബുക്ക് അവര് മെഷീൻ ലേണിംഗ് ഇൻ ആറിനെ കുറിച്ചുള്ള 2 സാധനങ്ങൾ PDF ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് അതാണോ? അതൊന്ന്. അതുപോലെ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് വേറൊരു സാധനമുണ്ട്, റോബർട്ട് ടിപ്ഷിനിയറിയുടെ. അതെ അതെ, അത് എലിമെന്റ്സ് ആണ് കുറച്ചുകൂടെ സിംപിളർ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ തിയറട്ടിക്കൽ ആണ്. ഞാൻ മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല, ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇറ്റ്സ് ഫ്രീ എനിവേ, നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും. പക്ഷെ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ സാറിന്റെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസ്സുകൾ ആവശ്യമായിരിക്കും. അതെ അതെ, പിന്നെ ഞാനതാ പറയുന്നത്. ആദ്യം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോവാം, അതായിരിക്കും നല്ലത്. എന്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലെവൽ എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡാണ്. അതിന് പുറത്തോട്ട് പോയിട്ടില്ല. അല്ല, അതൊക്കെ തന്നെ വളരെ അത് തന്നെ അറിയാവുന്നവർക്ക് വളരെ കുറവാണെന്നാണ് എന്റെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രൂപ്പില് ഉണ്ണികൃഷ്ണൻ പോലെയുള്ള ആൾക്കാർ പൈത്തണില്
ഈ ആസ്ട്രോഫിസിക്സിന്റെ ഡാറ്റയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അതുപോലെ പാർട്ടിക്കൽ ഫിസിക്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന എക്സ്ട്രീം യൂസ് ആണ്. അപ്പൊ അവരുടെ ഒരു എക്സ്പെർട്ടീസ് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. അല്ല, അങ്ങനെയൊക്കെ ഉള്ളവര് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് നമുക്കൊരു വേണമെങ്കിൽ അതൊന്ന് ഒരാള് ആരെങ്കിലും പറഞ്ഞ പോലെ ഒരു സെഷനിൽ ഷെയർ ചെയ്താൽ നല്ല നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരും. അല്ലാതെ ചെയ്യാനുള്ള ശ്രമമൊന്നും ഏതായാലും അധികം പേര് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലതല്ലേ? അതെ അതെ, ഈ ഡിസ്റ്റന്റ് പ്ലാനറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചപ്പോ കഴിഞ്ഞ വർഷം നോബൽ പ്രൈസ് കിട്ടി. അതൊക്കെ ശരിക്കും ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെയാണ് അത് ചെയ്യുന്നത്. ഓ, അത് ശരി. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതാ പറഞ്ഞ ഇപ്പൊ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. പുതിയ ആളുകൾക്കൊക്കെ പഠിച്ച് ഉണ്ടാക്കാൻ ഒരുപാട് ഏരിയാസ് ആയി പോലും പിക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് പബ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സ്കോപ്പുള്ള ഒരു ഏരിയയാണ് നമ്മള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രഡീഷണൽ കൺവെൻഷണൽ സയൻസസിൽ ഇപ്പോഴും സ്റ്റാർട്ടിംഗ് ആണ് പല 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 മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഒക്കെ. അപ്പം ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഡേറ്റ സെറ്റ്സിന് വാല്യൂ ഉണ്ട്. അതെ, പബ്ലിഷബിൾ ആണ്. അപ്പോ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് ഭയങ്കര വാല്യൂബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കിട്ടുന്ന ഇൻപുട്സിൽ നിന്ന് പിന്നെ ഓരോരുത്തരും അവരുടേതായ റെസിപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് തിങ്സ് മേ ബി പോസിബിൾ. ഏത് പ്രസന്റേഷനിൽ AIML എന്നുള്ള ഒരു വേർഡ് ഇട്ടില്ലെങ്കിൽ കാണത്തില്ല. അല്ല, ഫിസിക്സില് പിന്നെ മെഷീൻ ലേണിംഗ്, ഫിസിക്സ് വിത്ത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രാഞ്ച് തന്നെ ഇപ്പൊ ആയിട്ടുണ്ട്. അതായത് നമുക്കൊരു തിയറി ഉണ്ട്, അതിന്റെ വെരിഫിക്കേഷൻ വാലിഡേഷൻ വിത്ത് എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ ഉള്ളത് പോയിട്ട് യു ഹാവ് ദ ഡാറ്റ, ദെൻ യു ട്രൈ ടു ഡ്രോ സംതിങ് ഔട്ട് ഓഫ് ഡാറ്റ. അത് ചിലപ്പോൾ തിയറിയോ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒന്നും പറയുന്ന ആവണമെന്നില്ല. അപ്പൊ ആ തരത്തിലൊക്കെ ഇപ്പൊ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇവനിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോ നമ്മളെയൊക്കെ കൺവെൻഷണൽ ആയിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും നോക്കുക എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഡാറ്റ നോക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത്. മെറ്റീരിയൽസ് റിസർച്ചും ഇപ്പൊ ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പൊ അതിന്റെ അകത്ത് ഹോട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇപ്പൊ ടോപ്പോളജിക്കൽ ഇൻസുലേറ്റേഴ്സ് പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെയാണെങ്കിൽ ഫുൾ എന്താ പറയുക, ഈ ഡേറ്റ കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവര് ഈ പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഭയങ്കര മാസീവ് ഡേറ്റ സെറ്റ്സ് ഇറക്കിയേക്കുക ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ലാബിൽ ഉണ്ടാക്കിയാൽ മതി. അതേ ആ ലെവലില്. പിന്നെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് എന്താ US ഗവൺമെന്റിന്റെ മെറ്റീരിയൽസ് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട്, മെറ്റീരിയൽ ജെനറ്റിക്സ് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട്. അത് അവര് കോമൺലി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ച് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഇവർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡേറ്റ സെറ്റ്സ്. പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോയി. കേരളം ഇതൊരു സെപ്പറേറ്റ് ഡൊമൈൻ ആയിട്ട് വരുന്നുണ്ട്. ഈവൻ ഇപ്പം നടന്നിട്ടുള്ള സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ത്രൂസ് ഒക്കെ ഇമേജ് ബേസ്ഡ് പ്രഡിക്ഷൻസിലാണ് കൂടുതലും. ഈ ഡാറ്റ വെച്ചുള്ള ഇപ്പം ഞാൻ ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പക്ഷെ അതിന്റെ അത്രയ്ക്കൊരു സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ത്രൂസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇമേജ് ബേസ്ഡ് ഡൊമൈൻസിൽ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് പല ഹോസ്പിറ്റലുകളിലും ഏരിയാസിലും. ഇമേജ് ഉപയോഗിക്കുന്നുണ്ട്. MITയുടെ ലാബില് ധാരാളം വർക്ക് MIT ഉണ്ട്. മെയിനായിട്ട് ഈ മെഡിക്കൽ ഇമേജ് ബേസ്ഡ് ML ഒരു ലീഡ് ചെയ്യുന്ന പറഞ്ഞ സ്റ്റാൻഫോർഡ് AIML എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് അവര് പബ്ലിക് ഡാറ്റ സെറ്റ്സ് ഒക്കെ ഒത്തിരി റിലീസ് ചെയ്തിട്ടുണ്ട്, എക്സ്റേ, MRI. അത് പിന്നെ ഇത് മെഡിക്കൽ കരിക്കുലത്തിലോട്ടും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ ഇപ്പം 3rd ഇയറിലോ 4th ഇയറോ മെഡിക്കൽ സ്റ്റുഡൻസിന് മെഷീൻ ലേണിംഗ് ഇൻ മെഡിസിൻ അവർക്കൊരു കോഴ്സ് തന്നെയുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ജൈടെക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു പ്രസന്റേഷൻ ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ഇവിടെ ദുബായിലെ ജൈടെക്സ് ഉണ്ട് മറ്റേ എക്സിബിഷൻ. അപ്പൊ അതിലാന്നുണ്ടെങ്കിൽ ആ മെഷീൻ ലേണിംഗിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി മെഷീൻ ലേണിംഗ് മെഡിസിനെ കുറിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്ത് കണ്ടായിരുന്നു. ഒരു ഐസക് കോഹൻ എന്ന് പറഞ്ഞ ഒരാളാണോ? ആണെന്ന് തോന്നുന്നു. യെസ്. ഓക്കെ. I don't remember exactly, but 90% of the things went above my head.